2009 കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സ്ഥാനാർത്ഥി വരുന്നു. പേര് MK രാഘവൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നല്ല, രാഘവേട്ടൻ എന്നാണ്. കണ്ണൂരിൽ നിന്ന് അന്ന് കോഴിക്കോട്ടേക്ക് മത്സരിക്കുവാൻ വന്നപ്പോൾ പാരച്യൂട്ടിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ ആക്ഷേപവും ആരോപണവും ഒക്കെ ഉണ്ടായിരുന്നു MK രാഘവനെതിരായി. എന്നാൽ ഇന്ന് അതേ കോൺഗ്രസ്സുകാർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിളിക്കുന്ന പേരാണ് രാഘവേട്ടൻ എന്ന്. ഇക്കുറി രാഘവേട്ടനെ മലർത്തിയടിക്കുവാനെത്തുന്നത് കരീം കെയാണ്. സഖാവ് ഇളമരം കരീം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരീം കെയായി. ജനസ്വീകാര്യത ഭിന്നിപ്പിച്ചെടുക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ ആകണം MK രാഘവനെ രാഘവേട്ടനായി ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ സഖാവ് ഇളമരം കരീമിനെ കരീമയ്ക്കാക്കിയത്. എന്തായാലും പോരാട്ട ഭൂമിയിൽ ഇരുവരും ശക്തരാണ്. അവിടെ 2004 വീരേന്ദ്രകുമാറിനെതിരായി എന്ന് മത്സരിച്ച BJP സ്ഥാനാർത്ഥി MT രമേശ് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം 2024 വീണ്ടും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുകയാണ്. ജാതിമത സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോടിൻ്റെ വോട്ടർമാരിൽ 37% ആളുകളും മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം മതസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇളമരം കരീം എന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു ബലം ചെറുതൊന്നുമല്ല. എന്നാൽ രാഘവേട്ടൻ എന്ന MK രാഘവന്റെ ജനസ്വീകാര്യത മാത്രമാണ് കോൺഗ്രസിന്റെ ബലമായി നിലനിൽക്കുന്നത്. മാത്രമല്ല 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെതിരായി മത്സരിക്കുന്ന സമയത്ത് അന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന MK രാഘവൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് കരുതി. എന്നാൽ 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2009 മുഹമ്മദ് റിയാസിനോട് വിജയിച്ച MK രാഘവൻ പിന്നീട് അങ്ങോട്ടെല്ലാം വിജയക്കൊടി പാറിച്ചു തന്നെയാണ് നിന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവനെ 16,883 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മലർത്തിയടിച്ചു. 2019 ലീഗിന്റെ സഹായത്തോടുകൂടി 85,225 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി MK രാഘവൻ എന്ന കണ്ണൂരുകാരനായ രാഘവൻ കോഴിക്കോടിന്റെ രാഘവേട്ടൻ എന്ന പദവിയിൽ അങ്ങനെ അമർന്നു തന്നെ ഇരുന്നു. ഇനി ഇടതുപക്ഷം ഇവിടെ MK രാഘവനെ മലർത്തിയടിക്കുവാൻ ഉപയോഗിച്ച സ്ഥാനാർത്ഥികളുടെ ചില തന്ത്രങ്ങൾ പരിശോധിക്കാം. ആദ്യം ഒരു ചെറുപ്പക്കാരനെ കളത്തിലിറക്കി. ചെറുപ്പക്കാരനെ നേരിയ ഭൂരിപക്ഷത്തിൽ രാഘവൻ തോൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലെ സീനിയറായ വിജയരാഘവനെ കളത്തിലിറക്കി. സീനിയോറിറ്റിയെയും രാഘവൻ മലർത്തിയടിച്ചു. ഇപ്പോൾ ജനസ്വീകാര്യതയെ തന്ത്രപരമായ ഒരു ആയുധമാക്കിക്കൊണ്ട് രാഘവേട്ടന് പകരം കരീമയ്ക്ക് കളത്തിലിറക്കുന്നു. കരീമയ്ക്ക് കോഴിക്കോടിനോട് വല്ലാത്ത ഒരു ആത്മബന്ധമാണ്. കോഴിക്കോടിന്റെ രാഘവേട്ടൻ എന്ന് വിളിക്കുമ്പോഴും അദ്ദേഹം കണ്ണൂരുകാരനാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇടതുപക്ഷം. അവിടെ കരീംക്ക് അങ്ങനല്ല. തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് തൊഴിലാളി നേതാവായി ഇപ്പോൾ രാജ്യസഭാ അംഗമായൊക്കെ നിലനിന്നിരുന്ന കരീമിക്ക, ഇളമരം കരീം. മാവൂരിൽ 400 ഏക്കറിൽ പരം പടർന്നു കിടന്നിരുന്ന റയോൺസിലെ ഒരു തൊഴിലാളിയായിരുന്നു ഇന്നത്തെ കരീമിക്ക. ആ കരീമിക്ക പിന്നീട് തൊഴിലാളി നേതാവായി. അങ്ങനെ വ്യവസായ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രാബല്യത്തിൽ നിന്നിരുന്ന റയോൺ അദ്ദേഹം നേതാവായതിനു ശേഷം തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ JCBക്ക് തകർത്തെറിഞ്ഞു എന്ന് പറയാം. അദ്ദേഹം ചെയ്തു എന്നല്ല അതിനർത്ഥം. പിന്നീട് മാവൂറുകാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു റയോൺ അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുമെന്ന്, അല്ലെങ്കിൽ കേരളത്തിലെ വ്യാവസായിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥാപനം വളരുമെന്ന്. പക്ഷേ അതും കാര്യമായൊന്നും ഉണ്ടായില്ല. പണ്ടത്തെ സഖാവ് ഇളമരം കരീമയ്ക്കായി കളത്തിലിറങ്ങുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളും ഒപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസനങ്ങളും ഒടുവിലത്തെ KRS അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത്. TP ചന്ദ്രശേഖരൻ വടകരയിൽ മാത്രമല്ല കോഴിക്കോടും രാഘവേട്ടൻ കാര്യമായ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. MK രാഘവനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹത്തെ മടുക്കുന്നുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. ആ മടുപ്പാണ് കരീമിക്ക ആയുധമാക്കാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം. പെൻഷൻ കൊടുക്കാത്തതും ജനങ്ങളെ ദ്രോഹിച്ചതും അങ്ങനെ നാളിതുവരെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ കാട്ടിയ എല്ലാ ജനദ്രോഹപരമായ നടപടികളും കൃത്യമായി ചർച്ചാ വിഷയമാക്കുന്നുണ്ട് MK രാഘവൻ. സാധാരണയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയാകാറില്ല കാര്യമായി. പക്ഷേ ഇക്കുറി അങ്ങനല്ല, അത് കാര്യമായി തന്നെ ചർച്ചയാകുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ അത്തരത്തിലുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതയും ഇക്കുറി കാണുന്നുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ
മനോബലം. ഇവിടെ സർക്കാരിനെതിരായുള്ള വികാരവും ഒപ്പം പ്രതിപക്ഷം പോരാ എന്ന ജനത്തിന്റെ തോന്നലുമൊക്കെ വോട്ടാക്കി മാറ്റുവാനാണ് 2004 നിന്ന് 2024 വീണ്ടും മത്സരിക്കുവാനെത്തുന്ന എം.ടി. രമേശ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തെ രമേശ് ഗ്യാരണ്ടി എന്ന തരത്തിലേക്ക് കടമെടുത്ത് കോഴിക്കോട് അവതരിപ്പിക്കുന്നത്. അത് കോഴിക്കോടിൽ വിലപ്പോകുമോ എന്നറിയണമെങ്കിൽ ഇനി ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി കഴിയുമ്പോൾ മത്സരം കുറച്ചുകൂടി മുറുകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. മൂവരും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. മൂവരും കളിക്കളത്തിൽ കൃത്യമായി ഇറങ്ങുന്നുണ്ട്, വോട്ട് ചോദിക്കുന്നുമുണ്ട്, ആ വോട്ടിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ പയറ്റുന്നുമുണ്ട്. രാഷ്ട്രീയം ചർച്ചയാകുന്നുണ്ട്, രാഷ്ട്രീയ കൊലപാതകം ചർച്ചയാകുന്നുണ്ട്, വികസനം ചർച്ചയാകുന്നുണ്ട്, വികസന മുരടിപ്പ് ചർച്ചയാകുന്നുണ്ട്, വികസന വിരോധികളെയും ചർച്ചയാക്കുന്നുണ്ട് 3 പാർട്ടികളും. എന്തായാലും ചർച്ചകൾ കാര്യമായി മുറുകുന്നു. 3 സ്ഥാനാർത്ഥികളും കളിക്കളത്തിൽ പോരാടുവാൻ തയ്യാറായി തന്നെ നിൽക്കുന്നുമുണ്ട്. ഇനി അറിയേണ്ടത് രാഘവേട്ടനും കരീമിക്കയും ഏറ്റുമുട്ടുമ്പോൾ കോഴിക്കോടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പുറത്ത് ആര് വിജയിക്കും എന്നാണ്. അതല്ല എം.ടി. രമേശ് എന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് മോദി ഗ്യാരണ്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത ഉണ്ടോ എന്നാണ്. നിങ്ങൾ പറയും, ആര് വിജയിക്കും കോഴിക്കോടിൻ്റെ ഈ പോരാട്ടത്തിൽ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.